പൊന്നണിഞ്ഞ പാടത്തെ നോക്കി കോമനും കുടുംബവും സ്വപ്നം കാണുന്നുണ്ട്. വീട്ടമ്മയുടെ ഒരേ ഒരാഗ്രഹം ഒരു പുത്തൻ കലം. ഓണത്തിന് പുത്തരിച്ചോറ് വയ്ക്കാൻ നമ്മളും പുത്തൻകലം വാങ്ങി മണ്ണാർക്കാട് ചന്തയിൽ നിന്ന്. ഓണാഘോഷം മുന്നിൽ കണ്ട് ഇത്തരം ലക്ഷക്കണക്കിന് കുഞ്ഞിക്കടകൾ വമ്പൻ പരസ്യങ്ങളുടെ അടിയിൽ നേരിയ പ്രതീക്ഷയോടെ ഞെരുങ്ങിക്കിടപ്പുണ്ടേ. ഒന്ന് കാത്തോളണേ. ഓണത്തിന് കോടികളുടെ വ്യാപാരം നടക്കുന്നിടത്ത് ഈ മൺകലത്തിന് എന്ത് പ്രസക്തി? ഈ അമ്മൂമ്മയുടെ കണ്ണിലെ തിളക്കത്തിലും ഉള്ളിൽ നിന്നുള്ള വാക്കിലും അതിന്റെ ഉത്തരമുണ്ട്. നാഴിയിൽ മുളനാഴിയിൽ നന്മ മാത്രം അളന്നിരുന്ന ഗ്രാമീണതയുടെ ബാക്കി പത്രം. ശബ്ദം ഗംഭീരം, നീണാൾ വാഴുമത്രേ. പുത്തൻ മൺപാത്രങ്ങൾ മയക്കണം. വേവിക്കുന്നതൊക്കെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടുതൽ ഉറപ്പുള്ളതാകാനും മണ്ണിന്റെ പുത്തൻ മണം ഒന്ന് മാറാനും ഒക്കെയാണ് ഈ മയക്കൽ പരിപാടി. ഇടശ്ശേരിയുടെ പുത്തൻകലവും അരിവാളും മുത്തശ്ശിയുടെ മനസ്സിൽ നീറി നിറഞ്ഞു. കൊടുമഴ നനഞ്ഞും ചേറിൽ ആറാടിയും വിശ്രാന്തിയില്ലാതെ പണിതാണ് കോമൻ പൊന്നാര്യൻ പാടത്ത് പൊന്നു വിളയിച്ചതെന്ന് ഇടശ്ശേരി ഇടയ്ക്ക് മുത്തശ്ശിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഉമി നിറച്ച പാത്രങ്ങൾ ഓരോന്നായി കത്തുന്ന അടുപ്പിൽ പ്രതിഷ്ഠിച്ചു. ചൂടേറ്റ അടിഭാഗം മുതൽ ഉമി പൊള്ളി കനലായി തുടങ്ങി. ഉള്ളിൽ നീറി വിങ്ങി വന്ന ദുഃഖത്തിന്റെ പുകച്ചുരുളുകളെ ചട്ടുകത്തിന്റെ കണ ചെന്നതോടെ അണ പൊട്ടി പുറത്തേക്കൊഴുകി. കോമന്റെ വയലിൽ പുത്തരിക്കുള്ള പൊൻകതിർ കനം കൊണ്ട് തലകുനിച്ചു നിന്നു. പൊന്നണിഞ്ഞ പാടത്തെ നോക്കി കോമനും കുടുംബവും സ്വപ്നം കാണുന്നുണ്ട്. ആ വീട്ടമ്മയുടെ ഇത്തിരി പോന്ന ഒരാഗ്രഹം, ഒരേ ഒരാഗ്രഹം, ഒരു പുത്തൻ കലം. കലത്തിലെ അന്തരീക്ഷ താപം ആകെ മാറി. കൊടുംചൂട്. താഴെയും മേലെയും തീയാണ്. ഇടശ്ശേരിയുടെ കോമൻ അവിടേക്ക് ഇടിച്ചു കയറി വന്നു. ആരേ പോയ പുകിൽക്കേ പാടത്തരുമയോടാരിയൻ വിത്തിട്ടു, മേലെ തീമഴ താഴെ ചെങ്കനൽ മീനക്കോടും വെയിൽ കത്തുമ്പോൾ. എല്ലുമുറിയെ പണിത് പല്ലുമുറിയെ തിന്നാനുള്ളതുണ്ടാക്കിയ തൃപ്തിയിലായിരുന്നു കോമൻ. തിരുവോണത്തിനിടാൻ കുഞ്ഞിനൊരു കുഞ്ഞുടുപ്പ്, വലിയ പെണ്ണിനൊരു തരി പൊന്ന്, ചെക്കൻ്റെ ഫീസ്, ചിട്ടിക്കാശ്, പുന്നല്ല് കൊയ്തു മെതിച്ച് പുത്തരിച്ചോറുണ്ടാക്കാൻ ഒരു പുത്തൻ കലം. അത്രത്തോളം കുഞ്ഞു കണക്കുകളും തെറ്റിച്ചുകൊണ്ടെത്തി വിളജപ്തി. തൻ്റെ കടം വീട്ടാൻ കോമൻ്റെ വിള കൊയ്യാൻ അനുവദിക്കണമെന്ന് കോടതിയോട് ജന്മി. കൊയ്തോളൂ കൊയ്തോളൂ എന്ന് കോടതി. അധികാരം ആദ്യം കൊയ്യണം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്ന് പുത്തൻകലത്തിൽ ഒളിപ്പിച്ചു വെച്ചു ഇടശ്ശേരി. കോമൻ നോക്കി നിൽക്കെ വയൽ കാലിയാകുന്നു. ശരീരത്തിനും മനസ്സിനും എന്തിനും പോകുന്ന ഊർജമുണ്ടായിരുന്നിട്ടും നിയമത്തിന് മുന്നിൽ നിസ്സഹായനായി തറഞ്ഞു നിന്നുപോയി കോമൻ. അമ്മയുടെ സ്വപ്നമായിരുന്ന പുത്തൻകലവും വാങ്ങിയെത്തി മകൾ. വിളജപ്തി കണ്ട്, അച്ഛൻ്റെ അവസ്ഥ കണ്ട് മനമുരുകി തകർന്ന ആ പൊന്നുമോൾ. ഓണനിലാവുകൾ കൊയ്യാനോ ചെറു പൊന്നരിവാളും പൊന്തുന്നു, കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് ധൈര്യം പകർന്ന് സമാധാനിപ്പിച്ചില്ലേ ഇടശ്ശേരി? ഇന്ന് വാങ്ങിയ ഈ പുത്തൻകല എന്നെ ഒത്തിരി പിന്നോട്ട് കൊണ്ടുപോയി, ഇടശ്ശേരിയുടെ ഇടത്തെത്തിച്ചു. പുത്തൻകലവും അരിവാളും കാണിച്ചു. ഇടശ്ശേരിയെയും കോമനെയും കുടുംബത്തെയും ഒക്കെ കണ്ണിറയെ കണ്ടു. ഇന്ന് കണ്ടപ്പോഴും കോമൻ അങ്ങനെ തന്നെ, ഒരു മാറ്റവുമില്ല.